ഈ അബ്ബാസ് അറാഖ്ചി കോൺഫറൻസോട് ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അമേരിക്കയുമായി ഞങ്ങൾ ചർച്ചയ്ക്കില്ല, ഞങ്ങൾ ഉള്ളത് യുദ്ധത്തിന്റെ വഴിയിൽ തന്നെയാണ്, നിങ്ങൾ കരയുദ്ധത്തിന് ആളെ ഇറക്കാൻ ധൈര്യമുണ്ടോ ട്രംപ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രംപ് 3-4 ദിവസത്തോട് പറയുന്നത് ഏതോ ഇറാൻകാർ ഇപ്പോൾ ഏറ്റവും ഒടുവിലും പറയുന്നത് ഏതോ സ്വീകാര്യ ഇറാൻ നേതാക്കൾ വിളിച്ചു, ചർച്ചയ്ക്ക് സ്കോപ്പ് ഉണ്ടോ എന്ന് പറഞ്ഞു. അറാഖ്ചി അപ്പോഴൊക്കെ പറയും ഞങ്ങൾ അങ്ങനെ ചർച്ചയ്ക്കേ ഇല്ല. ഏറ്റവും ഒടുവിൽ ട്രംപ് പറയുന്നത് അറിയോ, ഇറാന് മികച്ച ഭാവിയുണ്ട്, മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ, മീഗ ആക്കുമെന്നാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം. മോഹൻപിള്ള, ഇവിടെ ഹോർമൂസ് അസ്വസ്ഥത വന്നതേ ഉള്ളൂ, 6-ാം ദിനം 7-ാം ദിനം ആയതുള്ളൂ, ഇപ്പോൾ തന്നെ എണ്ണവില കൂടി, ഇനിയും കുത്തനെ കൂടാൻ പോകുന്നു. ഖത്തർ LPG പ്രൊഡക്ഷൻ നിർത്തിവെക്കുന്നു. ഇന്ത്യയിൽ മാത്രം അത് സപ്ലൈ ഉണ്ടാക്കുന്നത് 40%. ആഗോള എണ്ണവില ഉയർന്നാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ അടക്കം കട്ട കടിക്കും. അതുകൊണ്ടാണോ ഈ പറയുന്ന മേക്കിംഗ് ഇന്ത്യ മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗൈൻ, മീഗ പോലെയുള്ള അസ്ഥാനത്തെ പ്രഖ്യാപനം? ശ്രീ മോഹൻപിള്ള. തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ കണ്ടത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കൈപൊള്ളി എന്ന് നമ്മൾ ഇതിനു മുമ്പുള്ള പല ചർച്ചകളിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായ ഇന്റേണൽ പ്രോബ്ലംസ്, ബി ഇറ്റ് ഇൻ എപ്സ്റ്റൈൻ ഫയൽ ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ടെന്യൂർ എങ്ങനെയെങ്കിലും, അതായത് ഡൊമസ്റ്റിക് അറ്റൻഷനിൽ നിന്ന് ഇന്റർനാഷണൽ അറ്റൻഷനിലോട്ട് മാറ്റി നിർത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടെ 6 ദിവസത്തേക്ക് വന്നിട്ട് ലോങ് ടേം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ലോങ് ടേം ഒരിക്കലും അദ്ദേഹം നിൽക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ US സംബന്ധിച്ചിടത്തോളം ഇറാനിൽ ഒരു കരയുദ്ധത്തിന് പോവുക എന്ന് പറയുന്നത് ഒരു വാട്ടർലൂ ആണ്. അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല, ഒരു വാട്ടർലൂ തന്നെയായിരിക്കും. അപ്പോൾ ആ കരയുദ്ധത്തിലോട്ട് പോകാതെ അതിനാണ് ഒരു അറ്റൻഷൻ സീക്കിംഗ് എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് നേരെ ട്രൂപ്സിനെ വലിച്ച് അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ഞാൻ അടുത്തത് വേണ്ട ഇങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട്, അതായത് ഇവിടെ പകുതിയാക്കി. ഞാൻ ഇതിനു മുമ്പ് കാശ്മീരോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഒരിടത്തും അദ്ദേഹം ഒരു ടാസ്കും കംപ്ലീറ്റ് ചെയ്യത്തില്ല. ഒരു ടാസ്കും കംപ്ലീറ്റ് ചെയ്യാതെ ഇപ്പം നേരെ ക്യൂബയിലോട്ട് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് മാറുന്നു. ഈ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് മാറുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രം മാത്രമാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി ഇതിനു മുമ്പ് കൂട്ടി വായിക്കാം. കാര്യം റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുത് അല്ലെങ്കിൽ ആ ഒരു തിട്ടൂരം തരുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റഷ്യയെ കൊണ്ട് ഡീസ്റ്റെബിലൈസ് ചെയ്യുക ഫിനാൻഷ്യലി, ഉക്രൈൻ വാർ എന്നൊക്കെ ഒരു കാര്യം മാത്രം. അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ളത് എന്തും ആ ഒരു ലോജിക്കാണ്, വേറെ ഒരു പ്രശ്നമല്ല. നമ്മൾ അതിനകത്ത് വളരെ വൈസായിട്ടൊരു ഡിസിഷൻ ആയിരുന്നു, ഞാൻ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വെച്ച് പറയുന്നതല്ല, ഒരു വൈസ് ഡിസിഷൻ നമ്മൾ എടുക്കുമായിരുന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും US ഈ ഒരു സ്റ്റെപ്പിലോട്ട് വരില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയും ചൈനയുമാണ് അതിന്റെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.